തീർച്ചയായും പൊതുജനങ്ങളുടെ പ്രാഥമിക കൃത്യം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഇത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രാഥമിക കൃത്യം എന്ന് പറയുന്നത്. അത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതിന് മറ്റ് പ്രാഥമിക കൃത്യം ചെയ്യുന്നതിന് പൊതുസൗകര്യങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം തീർച്ചയായും പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ഇത് മാറ്റിവെക്കാൻ മറ്റൊരു വഴിയില്ല. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് വൃദ്ധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ്. പ്രാഥമിക കൃത്യം മാത്രമല്ല, സ്ത്രീകൾക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും സമയം കാലം നോക്കാതെ തന്നെ ആവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ തയ്യാറാക്കിയിട്ട് വേണം ഇത്തരം സംവിധാനങ്ങൾ നിർത്താൻ. ഇതിന് ഒരു പേയ്മെന്റ് വാങ്ങിക്കുന്നതിനും തരക്കേടില്ല. വിഷയത്തിൽ ഇപ്പോൾ കുറച്ചധികം ആവശ്യങ്ങളാണ് ഈ പെട്രോൾ പമ്പ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അവർക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ട്, അതുപോലെ തന്നെ ഈ സെപ്റ്റിക് ടാങ്കുകളടക്കം ഇത്രയും പൊതു ശൗചാലയമായി ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്കുകളടക്കം നിറയുന്ന ഒരു സാഹചര്യം, പിന്നെ അതിനുള്ള മെയിൻ്റനൻസായി വലിയ രീതിയിലുള്ള ചിലവ് വരുന്നു. ഇതൊക്കെയാണ് ഈ പെട്രോൾ പമ്പ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് തിരസ്കരിക്കാനാകാത്ത ഒരു ആവശ്യം തന്നെയാണ് ഈ പൊതുജനങ്ങൾക്കുള്ളത്. കാരണം ഈ ദീർഘദൂര യാത്രയൊക്കെ പോയി വരുമ്പോൾ ഒരു പൊതു ശൗചാലയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഒരുപക്ഷെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പല പൊതു ശൗചാലയങ്ങളും നോക്കാൻ ആളില്ലാതെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളാണ്. അതെ, സ്ത്രീകളെ സംബന്ധിച്ചും സുരക്ഷിതമായ ഒരു ഇടം തേടിയാണ് സ്ത്രീകൾ കയറുന്നത്. അപ്പോൾ പെട്രോൾ പമ്പ് തീർച്ചയായും സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അത് എടുക്കുന്നത്. അപ്പോൾ ഒരു തുക വെക്കുന്നതിന് കുഴപ്പമില്ല. ഒരു തുക നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ സൗകര്യം കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.